നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ന്യൂനപക്ഷങ്ങൾ ഇടതുമുന്നണിക്ക് CPM-ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാണ് നൽകിയത്. ന്യൂനപക്ഷങ്ങളെ CPM-യുമായും ഇടതുമുന്നണിയുമായും അടുപ്പിക്കാൻ കഴിഞ്ഞ ഏക നേതാവ് പിണറായി വിജയനാണ്. എന്നാൽ പിണറായി വിജയനിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ന്യൂനപക്ഷങ്ങൾ CPM-നോടും ഇടതുമുന്നണിയോടും വിട പറഞ്ഞ് UDF-ന്റെ കൂടാരത്തിലേക്ക് പോയത്. ഇനി ന്യൂനപക്ഷ സമുദായങ്ങളെ അടുപ്പിക്കണമെങ്കിൽ പിണറായി വിജയൻ നേരിട്ടിറങ്ങണമെന്നാണ് CPM-ന്റെ കണ്ടുപിടുത്തം. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ സമുദായങ്ങളെ വീണ്ടും CPM-ലേക്കും ഇടതുമുന്നണിയിലേക്കും അടുപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇറങ്ങുകയാണ്. പിണറായിക്ക് എല്ലാ ന്യൂനപക്ഷ സമുദായ സംഘടനകളുടെ നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ട്. ബിഷപ്പ് പാംപ്ലാനിയൊക്കെ പറയുന്ന പോലെ പിണറായി വിജയൻ ഇങ്ങനെ പുറത്ത് കാണുന്ന പോലെ ആളല്ല. അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ മനോഹരമായ, അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ മധുരമായി സംസാരിക്കാൻ കഴിയുന്ന, വളരെ പ്രസന്നതയുള്ള ഒരു മനുഷ്യനാണെന്നും ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെയോ മുഖ്യമന്ത്രിയുടെ അഹങ്കാരമോ ജാടയോ ഒന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇല്ല എന്നുമാണ് ബിഷപ്പ് പാംപ്ലാനിയെ പോലെ പ്രഖ്യാപിത CPM വിരുദ്ധർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏതായാലും ഇത്തരത്തിലുള്ള ഇമേജ് പിണറായി വിജയന് പുറത്ത് കാണുന്ന ഇമേജല്ല. അദ്ദേഹത്തോട് അടുക്കുമ്പോൾ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണെന്ന് പലപ്പോഴും ബോധ്യപ്പെട്ടതായി പല സാമുദായിക നേതാക്കളും പറയുന്നുണ്ട്. പിണറായി എക്കാലവും എടുത്ത NSSൻ്റെ സുകുമാരൻ നായർ അടക്കം ഇപ്പോൾ പിണറായിക്കൊപ്പം അണിനിരുന്നതും അതുകൊണ്ടാണ്. ഏതായാലും പിണറായി തന്നെ ഇനി നേരിട്ടിറങ്ങി ന്യൂനപക്ഷ സമുദായ സംഘടനകളെ CPM-നൊപ്പം ചേർക്കാനുള്ള ദൗത്യം ആരംഭിച്ചു കഴിഞ്ഞു. ഈ ജനുവരി മാസത്തിൽ അദ്ദേഹം നിരവധി ന്യൂനപക്ഷ സമുദായ നേതാക്കളെയും മറ്റ് സമുദായ നേതാക്കളെയും കാണും. പ്രത്യേകിച്ച് ക്രൈസ്തവ മുസ്ലിം നേതാക്കളെ, സമസ്തയും കാന്തപുരവും അടക്കമുള്ള ഏറെക്കുറെ മുസ്ലിം സമുദായത്തിലെ പ്രമുഖരായ നേതാക്കളെ മുഴുവൻ, പ്രമുഖരായ സമുദായ സംഘടനയെ നയിക്കുന്നവരെ മുഴുവൻ പിണറായി വിജയൻ നേരിട്ട് ചെന്ന് കാണാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. പിണറായി വിജയൻ ഇവരെല്ലാം നേരിട്ട് ഇവരുടെ സ്ഥലങ്ങളിൽ പോയി കണ്ട് അവരുമായി സംസാരിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടെങ്കിൽ അത് നീക്കാനുള്ള ഒരു ശ്രമം പിണറായി വിജയൻ തുടങ്ങിക്കഴിഞ്ഞുവെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പിണറായി നേരിട്ട് പറഞ്ഞാൽ മാത്രമേ ഈ ന്യൂനപക്ഷ സമുദായ സംഘടനകളടക്കമുള്ളവർ അത് വിശ്വസിക്കുകയുള്ളൂ, അത് പരിഗണിക്കുകയുള്ളൂ, അത് കണക്കിലെടുക്കുകയുള്ളൂ. അല്ലാതെ CPM-ൻ്റെ MP ഗോവിന്ദനെന്നും അല്ലെങ്കിൽ MA ബേബിയും ചെന്നാലെന്നും ഈ നേതാക്കളാരും ഈ സമുദായ നേതാക്കളാരും ഇവരെ മൈൻഡ് ചെയ്യുക പോലുമില്ല. പിണറായി വിജയൻ വന്നാൽ മാത്രമേ ഇവർ സംസാരിക്കുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് പിണറായി നേരിട്ട് ഇവരെ കണ്ട് സമാശ്വസിപ്പിച്ചിട്ട് ഈ CPM-ൻ്റെ ഭാഗത്തു നിന്നും ഇടതുമുന്നണിയുടെ ഭാഗത്തു നിന്നും ഒരു ന്യൂനപക്ഷ വിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാപ്പാക്കണമെന്നും തങ്ങൾ എക്കാലവും ന്യൂനപക്ഷങ്ങൾ ഉറച്ചു നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് CPM എന്നും ഇടതുമുന്നണിയെന്നും, അതുകൊണ്ട് പഴയ പിന്തുണ പഴയ രണ്ട് തെരഞ്ഞെടുപ്പ് 2016-ലെയും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നും ഇടതുമുന്നണിക്കും നൽകിയ പിന്തുണ തുടർന്നും വരുന്ന 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നൽകണമെന്നും പിണറായി വിജയൻ അവരോട് നേരിട്ട് അഭ്യർത്ഥിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് കാന്തപുരം, സമസ്ത, MES-ൻ്റെ നേതാക്കൾ തുടങ്ങിയവരുമായും പിന്നെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായും ബിഷപ്പുമാരുമായും, പ്രത്യേകിച്ച് കോട്ടയത്തെ 2 പ്രമുഖ ക്രൈസ്തവ ബിഷപ്പുമാരായും അതോടൊപ്പം തന്നെ യാക്കോബായ സുറിയാനി സഭയുടെയും ഓർത്തഡോക്സ് സഭയുടെയും മാർത്തോമ സഭയുടെയും ഒക്കെ ബിഷപ്പുമാരുമായും പിണറായി വിജയൻ നേരിട്ട് കണ്ട് ചർച്ചകൾ നടത്തുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഏതായാലും ഇനി ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും അടുപ്പിക്കാൻ പിണറായി വിജയൻ നേരിട്ടിറങ്ങി അവരെ കണ്ട് അവരുടെ കാര്യങ്ങൾ സംസാരിച്ച് പരിഹരിക്കുമെന്നാണ് ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.